യഹൂദ ക്രിസ്ത്യാനികൾ ക്ഷുദ്രം ചെയ്ത് മയക്കി. ഹല്ലേലൂയ. യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവർ, അവരെക്കുറിച്ച് പ്രവൃത്തി പുസ്തകം 21 അധ്യായത്തിൽ ഒരു പ്രസ്താവനയുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി കേട്ടിരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാരത് കേട്ടിരിക്കണം. സങ്കീർത്തനം വായിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നവരൊന്ന് കേട്ടിരിക്കണം. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. അവർക്ക് പുതിയ നിയമ ക്രിസ്തുവിൻ്റെ പ്രമാണത്തെക്കാൾ താല്പര്യം ന്യായപ്രമാണമാണ്. PM ജോസഫ് IPCയിലെ കരുത്തനായ പാസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ മരിക്കുന്നവരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം എനിക്കത് നല്ലൊരു എവിഡൻസ് ആയിട്ടൊരു തെളിവായിട്ട് കിട്ടിയിരിക്കുക. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ സങ്കീർത്തനമില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കട്ടപ്പുകയായിരുന്നത്. അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അർത്ഥം, അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. സങ്കീർത്തനം ഇല്ലായിരുന്നെങ്കിൽ പാസ്റ്റർമാരുടെ ഗതി അധോഗതിയായി തന്നെ. അതിൽ പിടിച്ചു കിടക്കുക, കടിച്ചു തൂങ്ങി കിടക്കുക. ഇന്ന് എനിക്കൊരു ചോദ്യം അങ്ങനെയുള്ളവരോട്, ഞാൻ നിങ്ങളുടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ്റെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ നിങ്ങൾ പറ. ജാതി വരെ നടത്തിയും പെന്തക്കോസ്തുകാരെ A ഡിവിഷൻ B ഡിവിഷൻ കറുത്തവനും വെളുത്തവനുമായിട്ട് വേർതിരിപ്പിക്കുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലതട്ടൊപ്പന്മാരെ പറ, നിങ്ങൾ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഉള്ളിൽ ഇന്നും ഭൗതികമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇന്നും ന്യായപ്രമാണത്തിൻ്റെ അതിപ്രസരമാണ് കിടക്കുന്നത്. അത് വിട്ടിട്ട് നിങ്ങൾക്കൊരിക്കലും ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് വന്ന് തമ്മിൽ സ്നേഹിക്കാനും തമ്മിൽ പൊറുക്കാനും തമ്മിൽ ക്ഷമിക്കാനും തമ്മിൽ സ്വത്രം ദൈവദാസന്മാരോ ദൈവമക്കളാണെന്നുള്ളത് അംഗീകരിക്കാനും നിങ്ങൾക്ക് മനസ്സുണ്ടാകത്തില്ല. ഒരു പായിലിരുന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ മേശ അനുഭവിക്കുകയും ചെയ്യുന്നവന് ഇലക്ഷൻ വരുമ്പോൾ 2 ചേരിയായി നിന്ന് ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, തെറി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് എനിക്ക് യാതൊരു മതിപ്പുമില്ല. ഉള്ള മതിപ്പ് മുഴുവൻ പോയി. അഹരോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ ലീഡർഷിപ്പുകാരാണ് ഇന്നൊക്കെ പ്രസ്ഥാനങ്ങൾ, സഭകൾ ഭരിക്കുന്നത്. നല്ലൊരു ശതമാനം, ഒരു ചെറിയ ശേഷിപ്പ്, ഒരു ന്യൂനപക്ഷം മാത്രം ദൈവവചന വ്യവസ്ഥ അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടം പോലെ കാശും പണവും സ്വാധീനവും ഒക്കെ കിട്ടും. എനിക്കറിയാം, ഞങ്ങളുടെ ഈ കേരളക്കരയിൽ കിടന്നാൽ ഞാൻ ആളും പേരും ഒന്നും പറയുന്നില്ല. ഒരു പാസ്റ്ററിനെ ഇതുപോലെ ദുരുപദേശം പറയുന്ന ഒരു പാസ്റ്റർ ലോകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. പുള്ളിയെ വിദേശത്തുള്ളൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് നിയമിച്ചു. സങ്കീർത്തന വീരനായിരുന്നു പുള്ളി. 150 സങ്കീർത്തനം വായിച്ചിട്ട് പിന്നെയും വന്നിട്ട് പറയും 150 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞു കേട്ടോ, നമ്മൾ 1-ാം സങ്കീർത്തനത്തിലേക്ക് കയറാൻ പോവുക. എനിക്ക് സങ്കീർത്തനത്തോട് വിരോധമൊന്നുമില്ല. സങ്കീർത്തനം ഒരു കാലഘട്ടത്തിൽ ഒരു പ്രമാണം ലഭിച്ച ഒരു വിശുദ്ധ ജനത്തിന് കിട്ടിയ പ്രമാണമാണ്. പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതികളാണത്. ആ ന്യായപ്രമാണ കാലഘട്ടത്തിൽ വിരചിച്ചതാണത്. അതിൻ്റെ രീതികൾ മുഴുവൻ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ളതാണ്. സംശയമുള്ളവർ 109-ാം സങ്കീർത്തനം എടുത്ത് അതിൻ്റെ പകുതി ഭാഗം വെച്ച് അങ്ങോട്ട് താഴോട്ട് വായിച്ചോ. ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ പ്രതികാരത്തിൻ്റെ അഗ്നി ആളിക്കത്തുന്നതായിട്ട് കാണാൻ കഴിയും. ആ തീയാണ് ഇന്ന് പലരും കത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭകളിൽ. അതുകൊണ്ടാണ് വിശ്വാസികൾ ഗുണം പിടിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ തമ്മിൽ പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട വക്കീലിനെ കൊണ്ട് കോടതി പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കേസിനും കോടതിക്കും വേണ്ടി പൈസകൾ ചെലവഴിക്കുന്നത്. ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത പെന്തക്കോസ്തുകാരാ ഏത് സ്വർഗമാണ് നിനക്ക് വെച്ചേക്കുന്നത്? വെറും വ്യാമോഹം മാത്രം. ഈ ദൂത് കേട്ട് മാനസാന്തരപ്പെട്ടാൽ നിനക്ക് സ്വർഗം കിട്ടും. മടങ്ങി വാ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വാ. തമ്മിൽ സ്നേഹിക്കുന്ന പ്രമാണം, തമ്മിൽ ബഹുമാനിക്കുന്ന പ്രമാണം. കുറവുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തും വഹിച്ചും ക്ഷമിച്ചും അവരെ ബോധവൽക്കരിച്ച് അവനെ നന്നാക്കിയെടുക്കുന്ന പ്രമാണം. കുറ്റങ്ങൾ കുറവുകളില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല, പറയുന്ന ഞാൻ ഉൾപ്പെടെ. നമ്മുടെ കുറ്റങ്ങളെ കുറവുകളെ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ഓരോ ദിവസം മുമ്പോട്ട് പോകണമെന്ന് ദൈവവചനം. നാം തമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവനോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു.
പ്രിയമുള്ളവരെ, ഞാൻ എന്താ ഇത്ര കണ്ടക്ഷോഭം ചെയ്യുന്നത്? ആത്മീയ ഗോളം നശിച്ചു കിടക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ കാറ്റിൽ പറത്തി മോശയിക പ്രമാണവും തത്വജ്ഞാനവും ചാപ്പും ചവറും ഒക്കെ വാരി വലിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം. അതാണ് അവരുടെ ഉപദേശത്തിൻ്റെ മീറ്റായ ആകത്തുക. ഇന്ന് അത് വേണ്ട, സാത്താനെ പോലെ ആയിത്തീരണമെന്നാണ് പ്രസംഗിക്കുന്നത് നല്ലതാണെങ്കിലും ആയിത്തീരുന്നത് അങ്ങനെയാ. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ കിടന്നവരെ യേശു വിളിച്ചത് നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ. അബ്രഹാം നിങ്ങളുടെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ ആ മനോഹാരിത കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 6:63. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. ആത്മാവും ജീവനുമാകുന്ന വചനമാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. നശിച്ചുപോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. മരുഭൂമിയിൽ മന്ന തിന്നവർ മരിച്ചുപോയല്ലോ. ഓ, ദൈവം എന്തൊരു വാക്യമാണ്! ഇതാ മരിക്കാതെ ഇരിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഭക്ഷിക്കുമ്പോൾ അത് ജീവന്റെ അപ്പമായി അത് സംഭവിക്കുന്നു. കർത്താവ് നൽകിയ ആത്മാവിനെ പാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിനെ പാനം ചെയ്യുന്നു. ആ കർത്താവിനെ ഭക്ഷിക്കുക, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാ എൻ്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ടത്. അതൊന്നും പറയാനിവിടെ ആളില്ല. മോശയുടെ അളിയൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഇടയ്ക്ക് ഒരു പേര്, മോശയുടെ അളിയൻ്റെ പേരെന്ത്? ഇതറിഞ്ഞിട്ട് ഇയാൾക്ക് എന്താ വേണം? അല്ല, അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനാ, കൊച്ചിനെ അങ്ങോട്ട് എടുക്കാനാ. അവിടുന്ന് ആരാണ്ടും മരണുണ്ട്. എന്തൊക്കെയാണ് പൈ കേൾക്കുന്നത്? ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയാൽ ഭാര്യവും ഭർത്താവും തമ്മിലുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രസംഗിക്കാത്ത പെന്തക്കോസ് കല്യാണങ്ങൾ. ഈ ഇടയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പോയി. ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററിൻ്റെ മകളുടെ വിവാഹം അംബാനിയുടെ കുടുംബത്തിലെ ഒരു കല്യാണം പോലെയാക്കാൻ നടത്തിയത്. എനിക്കതിനോട് എതിരൊന്നുമില്ല. കാശൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യും, അപ്പുറം ഒന്നും കുഴപ്പമൊന്നുമില്ല, ഒക്കെ ചെയ്തോ. ഈ കാലഘട്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ വെച്ചോ. അത് എനിക്ക് അവിടെ പ്രസംഗിക്കാൻ വന്ന പാസ്റ്റർമാരുടെ സസൂക്ഷ്മം വിഷയം. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു, അതിൽ കോർഡിനേറ്റ് ചെയ്ത്. ഞാൻ പുള്ളിയെ വിളിച്ചു. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, നേരിട്ട് കണ്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുക. ഇവിടെ 2 പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന് രക്ഷിക്കപ്പെട്ടു വന്നൊരു സഹോദരൻ സഹോദരിയും തമ്മിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുക. അവരെ അവിടെ എന്താ പ്രസംഗിച്ച് ഏൽപ്പിക്കേണ്ടത്? അല്ല, എന്താ പ്രസംഗിച്ച് ഏൽപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രസംഗിച്ച് കേൾപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാന്നേ. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം, അറിയാത്തവരോട് പറയേണ്ട കാര്യമില്ല. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 32 വരെയുള്ള 10 വാക്യങ്ങൾ എടുത്ത് വായിച്ച് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം കൊടുത്ത് വിവാഹം നടത്തിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. വാലും തുമ്പൊക്കെ അവിടെ പറഞ്ഞതേ ഉള്ളൂ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തെ, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. നമ്മുടെ വാക്കുകളുടെ ഗാംഭീര്യവും പ്രാസം ഒപ്പിച്ചുള്ള പറച്ചിലും, എന്തോ പറയാ, വാഗ്ധോരണി കൊണ്ട് ക്രൂശ് ഉയർത്തപ്പെടുകയല്ല ചെയ്യുന്നത്, ക്രൂശ് താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. വചനം വായിച്ചു തരാം, വചനം വായിച്ചു തരാന്നേ. 2 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്താലല്ല, ദൈവകൃപയിൽ എത്രയും ദൈവം നൽകുന്ന വിശുദ്ധിയിലും
നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും വേണം ദൈവവചനം പ്രസംഗിക്കാൻ. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് ഇത് പ്രസംഗമാണെന്ന് പേരിടരുത്. അതൊക്കെ വെറും പോഷത്വങ്ങളാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്താൽ അല്ലതാനും. അപ്പൊ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകുകയാണ്. 1 കൊരിന്ത്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്നത് അവർക്കത് ദൈവശക്തിയാണ്. വചനത്തിലാണ് ശക്തി ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ നടക്കുകയാണ്. അത് വിശ്വസിക്കുമ്പോൾ വചനം ഹൃദയത്തിൽ വീണാണ് മാനസാന്തരം. കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് മാനസാന്തരം ഉണ്ടാകുന്നു, വീണ്ടും ജനനം ഉണ്ടാകുന്നു. അതിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു അവിടെ. എൻ്റെയും നിന്റെയും തത്വജ്ഞാനവും കൊണ്ട് തോട്ടിക്കള. അത് വേണ്ട ആർക്കും. സഭയ്ക്കത് വേണ്ട. 10 ഇക്ഷയും 10 ഇട്ടയും 10 ഇക്കയും പറയുമ്പോൾ ആൾക്കാർ കൈയടി. ഓ, ഭയങ്കര പ്രസംഗമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറയുന്ന പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫവുമായി മുഖപരിചയം ഉണ്ടാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി. ഇത് പറഞ്ഞ സമയം ഇത് വചനം വായിച്ചങ്ങ് തീർക്കണം, അല്ലെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് കിടക്കും. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പൗലോസ് എന്തായാലും ഭോഷ്ക് പറയത്തില്ല, ഇന്നുള്ളൊരു ഭോഷ്ക് പറയുന്ന പോലെ. പിന്നെ ഞാൻ സുറിയ, കിലിക്യ ദിക്കുകളിലേക്ക് പോയി. ഇന്നിപ്പോൾ യുദ്ധം നടക്കുന്ന സിറിയയുടെ കാര്യം തന്നെയാണ്. യഹൂദയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുമ്പ് നമ്മെ ഉപദ്രവിച്ചെന്ന് മുമ്പ് മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതുവരെയാണ് 1 ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള വാക്യം, 24-ാമത്തെ വാക്യം. ഞാൻ എന്തിനാ ഇത് ഇത്രയും ശക്തമായിട്ട് വിളിച്ചു പറയുന്നത്? പൗലൂസ് ദമസ്കോസിൽ വെച്ച് ദൈവത്തിന്റെ ദർശനം ഏറ്റെടുത്തു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് പറഞ്ഞ് ദൈവശബ്ദം കേട്ട് ചക്ക വീഴുന്ന പോലെ എല്ലാം നിലത്ത് വീണ് കുതിരപ്പുറത്തുനിന്ന്. ദൈവശബ്ദം കേട്ടത് ദൈവം തിരഞ്ഞെടുത്തോ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്നും ദൈവശബ്ദം കേൾക്കത്തില്ല. ദൈവം എന്നോടൊന്ന് സംസാരിച്ചെന്ന് പത്തനാപുരകരം പറയുമ്പോൾ ദൈവമല്ല നിന്നോട് സംസാരിച്ച സാത്താനാ. അത് ഭാഷ അങ്ങനെ പറയാൻ കാര്യം, ദൈവം സംസാരിച്ച് ഇവിടെ കിടപ്പുണ്ട്. പിതാവാം ദൈവവും യഹോവയായ ദൈവം, അല്ലെങ്കിൽ യേശുക്രിസ്തു, അല്ലെങ്കിൽ ആ സ്തോത്രം ത്രിയേക ദൈവം പ്രസ്താവിച്ചത് പുസ്തകത്തിലുണ്ട്. യഹോവയായ ദൈവം കൽപ്പിച്ചത് ഇവിടെ കിടപ്പുണ്ട്. യേശു കർത്താവ് പറഞ്ഞു പിതാവാം യേശുക്രിസ്തുവിനെ, യഹോവയെ പിതാവായിട്ടാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. സ്വർഗസ്നായങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു. അപ്പൊ പിതാവാം ദൈവം പറഞ്ഞതും, അല്ലെങ്കിൽ യഹോവയായ ദൈവം പറഞ്ഞതും, അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞതും, പരിശുദ്ധാത്മാവ് വന്നവരെ പഠിപ്പിച്ചതും എല്ലാം ഇതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇനി നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ, നിനക്കൊരു ഉപദേശം തന്നാൽ, ഈ എവർക്ക് കൊടുത്ത ഉപദേശവും നിന്റെ ഉപദേശവും രണ്ടായാൽ അത് പോയി. അത് രണ്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. 8 കോടിക്ക് കാശ് വേണമെന്ന് പറഞ്ഞ് 100 രൂപ 1 രൂപ കൊടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ അങ്കിൾ പറഞ്ഞതിനെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് നീ കിടന്ന് തുള്ളിച്ചാടിയപ്പോൾ സാത്താനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പൊ അതിനൊരു വ്യാഖ്യാനം വന്നേക്കുന്ന കേട്ടോ. യേശുക്രിസ്തു ദരിദ്രനായത് നിന്നെ സമ്പന്നനാക്കാനെന്ന ഏത് പുസ്തകത്തിലാണ് എഴുതിയേക്കുന്നത്? നിന്നെ സമ്പന്നനാക്കാണ്ടാണ്, പക്ഷെ അത് ഏത് സമ്പന്നത എന്ന് പഠിക്കണം. അതാ വിഷയം. അവിടെയാ തെറ്റിപ്പോയത്. ഈ സമ്പന്നത ഏതാ? കർത്താവിൻ്റെ വചനത്തിലൂടെ ഞാനതൊന്ന് തെളിയിച്ചു തരാനായിട്ട് ഒരു ശ്രമം നടത്താം. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ അംഗീകരിക്കാത്ത ബന്ധക്കോസുകാരാണ് ഇന്ന് എവിടെയും ഉള്ളത്.
ഒരു വാക്യാംശം ഒരു വാദഭാഗം വായിച്ച് ഞാനതങ്ങ് തെളിയിക്കാം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലോ എന്ന് പറഞ്ഞു. അവൻ മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുവാനോ ആക്കിയത് ആരെന്ന് ചോദിച്ചു. അതായത് വസ്തു വിഭാഗിച്ച് തരാനായിട്ട് ഒരുത്തൻ ചെന്ന് യേശുവിനോട് പറയുക. ഈ ചെന്നവൻ, എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറയുന്നത്, യഹൂദ കുടുംബത്തിൽ ജനിക്കുന്നവന് ഇരട്ടി പങ്കുണ്ടെന്നുള്ളത് യഹൂദ മതാനുസാരികളുടെ ഇടയിലുള്ള ഒരു വ്യവസ്ഥിതിയാണ്. യഹൂദ മതത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയാണ്, ഒരു ട്രഡീഷനാണത്. അപ്പം ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. സ്വത്ത് ഉപയോഗിക്കാൻ നേരത്ത് ഇവന് ഇരട്ടി പങ്ക് കിട്ടാൻ ഞങ്ങളുടെ പ്രമാണം അനുശാസിക്കുന്നുണ്ടെന്ന് ഇവൻ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ലായിരിക്കാം. എൻ്റെ ഒരു ഊഹാഭോഗമാണേ, നിങ്ങളൊന്ന് ഉപദേശമായിട്ട് എടുക്കേണ്ടത്. ആ നിലയിൽ അത് ചിന്തിച്ചാൽ മതി. അവർ സമ്മതിച്ചില്ല, അത് പറ്റില്ല. ഈക്വൽ ഷെയറിങ്, അതാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്, ഈക്വൽ ഷെയറിങ്. ഉടനെ അവൻ ദീർഘമായിട്ട് കർത്താവിനെ എടുക്കുന്നു. കർത്താവേ, എൻ്റെ വസ്തു ഒന്ന് പാകം ചെയ്യാൻ. അപ്പം നീ ഒരു യഹൂദനായതുകൊണ്ട് നീ പറയും ഇരട്ടി പങ്ക് യവനിരിക്കട്ടെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് നീ അങ്ങ് പറഞ്ഞാൽ അവർ സമ്മതിച്ചോളൂ എന്നുള്ള ചിന്ത എന്നോടുകൂടി ഈ ഭക്തം വന്നതാ യേശുവിൻ്റെ അടുക്ക്. അപ്പം കർത്താവ് അവനോട് പറയുന്നു, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവാക്കിയത് ആര്? ന്യായകർത്താവോ പങ്കിടുവാനോ ആക്കിയത് ആരെന്ന് ചോദിച്ചു. അവനൊരു ദ്രവ്യാഗ്രഹിയ, സ്വന്തം സഹോദരങ്ങളല്ലേ, അവൻ ഈക്വൽ ഷെയർ കൊടുത്തേക്കണം. എന്തിനാ ഈ പിടിച്ചു വയ്ക്കുന്നേ? പിന്നെ അവരോട് സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഉപമയും അവനോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവക ഒക്കെയും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവകൾ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. സ്വത്രം. ദൈവമക്കളെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അക്ഷരപ്പശകളൊക്കെ വന്നിട്ടുണ്ടാകും, അത് ക്ഷമിക്കുക. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഈ സബ്ജക്റ്റ് എന്തിനാ ഞാനിവിടെ വായിച്ചെന്ന് മനസ്സിലാക്കുക. 20-ാം വാക്യത്തിൽ കൊണ്ടുവന്ന് കർത്താവ് കെട്ടുന്ന ഒരു സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാ വചനം പഠിക്കുന്നത്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. നമ്മൾ സമ്പന്നരാകണം ദൈവവിഷയത്തിൽ. അപ്പം ചിലർ പറയും, അറേബ്യയിലും മരുഭൂമിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിച്ച് കാശുണ്ടാക്കണം. അല്ലവേ അല്ല. നമ്മൾ സമ്പാദിക്കേണ്ടത് ആത്മീയ അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ദൈവകൃപയും ആത്മഫലവും ആത്മവരങ്ങളും ആത്മഫലങ്ങളുമാണ്. കൃപാവരങ്ങൾ പ്രാപിക്കണം, അതാണ് ആത്മീയ സമ്പത്ത്. ആത്മഫലം ഉണ്ടാകണം, അതാണ് ആത്മീക സമ്പത്ത്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരുദ്ധമായി ഒരു ന്യായപ്രമാണവുമില്ല. ദൈവസഭയിലുള്ളവർ, ദൈവമക്കളായവർ ആത്മീക സമ്പന്നരായി ജീവിക്കണം, വല്ലവൻ്റെയും തട്ടിപ്പറിച്ചെടുക്കാനല്ല. നേരത്തെ ഇവിടെ പറഞ്ഞ കള്ളപ്രവാചകനും ദുരുപദേശിയും പറഞ്ഞത് എന്താണ്? 10 കുടുംബങ്ങളെ വിദേശത്തേക്ക് അയച്ചാൽ എൻ്റെ കാര്യം ഉറപ്പായി എന്ന ഈ സഹോദരൻ തുറന്നു പറഞ്ഞത് എന്തിനാ? ലോകം മുഴുവൻ മനസ്സിലാക്കണം ഞാനൊരു ദ്രവ്യാഗ്രഹിയാണെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ വായിൽ കൂടി ആ പ്രസ്താവന വന്നതാ. ഹല്ലേലൂയ. വേദോസ്തം വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത മന്ദബുദ്ധികളായ മൊണ്ണകളായ വിശ്വാസികൾ ഇങ്ങനെയുള്ളവർ ചുമന്നുകൊണ്ട് നടക്കും ഒരു വലിയവരാണെന്ന്. വേദോസ്തം വായിച്ച് പഠിക്കുമ്പോൾ, കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ, തിരുവേദന സത്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ, തിരുവേദനത്തെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചുള്ള അറിവ് വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇയാൾ ഫ്രോഡാണെന്ന് മനസ്സിലാകും, ഇയാൾ പുതിയ ശിഷ്യനാണെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ വേല ചെയ്യുന്നെങ്കിൽ ദൈവം വചനം ഫലമേൽപ്പിച്ച ദൈവഭൃത്യന്മാരുടെ കീഴിൽ 10-15 വർഷം, കുറഞ്ഞ വർഷം 10 അല്ലെങ്കിൽ 15 വർഷം, 10-15 വർഷം ശിഷ്യപ്പെട്ട് അവരിൽ നിന്ന് ഉപദേശം കേട്ട് അനുസരിച്ച് പഠിച്ച് ജീവിച്ച് കാര്യങ്ങൾ മനസ്സിലാകാതെ ഒരെണ്ണത്തിന് സഭാ ചാർജ് കൊടുക്കരുത്. ഏത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിലും
എനിക്ക് വിഷയമില്ല, ഞാൻ അവരോട് പറയുക. അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വിശ്വാസികൾ നരകയോഗ്യരായി മാറും. അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്. വിശ്വാസികൾക്ക് സംഭവിച്ചിരിക്കുന്നതാ. ദൈവമാക്കി വെച്ചവരിൽ നിന്ന് വചനം കേട്ട് പഠിക്കാതെ, ദൈവം വചനം ഫലമേൽപ്പിച്ചവരിൽ നിന്ന് വചനം കേട്ട് പഠിക്കാതെ, എഫെസ്യർ 4:11 അവൻ ചില അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം നിയമിച്ചാക്കിയവരെ, ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട്. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണ് അധ്യക്ഷരാക്കി വെക്കുന്നത്, പാസ്റ്റർമാരല്ല. ഇന്ന് പ്രസ്ഥാനങ്ങളിൽ തലപ്പത്തിരിക്കുന്ന എല്ലാവരും നല്ല പാസ്റ്റർമാരൊന്നുമല്ല, എല്ലാവരും ആത്മീകരല്ല. ജഡീകന്മാർ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെ. ബാക്കി ബഹുഭൂരിപക്ഷവും പണവും മറ്റും ജഡവുമാണ് അവരെ നടത്തുന്നത്. ഞാനിത് 50 വർഷത്തെ അനുഭവ സമ്പത്ത് കൊണ്ട് പറയുന്നതാണ് സഹോദരങ്ങളെ. ഈ കെണിയിൽ വന്ന് വീഴാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹേമ കമ്മീഷനെ വെച്ച് ഒരു അന്വേഷണം നടത്തിയാൽ സിനി ആർട്ടിസ്റ്റിന്റെ 99.25% അകത്താവും. അതുപോലെ സഭകളിൽ ഹേമ കമ്മീഷനെ വെച്ച് ഒരു അന്വേഷണം നടത്തിയാൽ വേദപുസ്തകം തറയിൽ വെച്ചിട്ട് പഴയ പണിക്ക് പോകേണ്ടി വരും നല്ലൊരു ശതമാനം പാസ്റ്റർമാരും. കാരണം ഞാനൊരു ജോലി ചെയ്തിരുന്ന ആളാണ് മുമ്പ്. ആ ജോലി ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആ ജോലി ചെയ്ത കമ്പനിക്ക് ഇന്നും എനിക്ക് എന്നോട് കൂറും ഉണ്ട്. അവർക്ക് ഞാൻ ഇന്ന് ചെന്നാലും എന്നെ സ്വീകരിക്കും. ഹല്ലേലൂയ. സൗദി അറേബ്യയിലെ അൽജുമ പ്രിന്റിംഗ് പ്രസ്സിലെ ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന. റംസാനും അങ്ങനെയുള്ള അവരുടെ പെരുന്നാൾ വരുന്ന സമയത്ത് ഇവരൊന്നും ജോലി ചെയ്യത്തില്ല. എല്ലാം സോമാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അവിടെ കിടക്കും. ജോലിനെ കണ്ട ജോലി മുഴുവൻ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് കയറും. ഇഷ്ടംപോലെ ഓവർ ടൈം കിട്ടുമായിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പാടായിരുന്നു കമ്പനിയിലെ. എനിക്ക് കിട്ടുന്ന 8 അവർ കിട്ടുന്ന ജോബ് ഞാൻ തീർത്തിട്ട് അവരുടെ മുമ്പാകെ എനിക്ക് നല്ല പേര് കിട്ടാനിടയായി തീർന്നു. നല്ല ക്വാളിറ്റി വർക്ക് വരികയാണെങ്കിൽ ആ കേരളവാല ചെയ്യണമെന്ന് അവർ പറയുമായിരുന്നു. സൂപ്പർവൈസർമാരും ഹിന്ദിക്കാരായിരുന്നു. എല്ലാവർക്കും സമ്മതനായിരുന്നു. കാരണം എന്താ? ഏൽപ്പിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യും. ഒരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുമ്പോൾ ആ യജമാനനെ നഷ്ടത്തിലാക്കി, കഷ്ടത്തിലാക്കി, അവൻ്റെ കമ്പനി പൂട്ടി അവനെ കുത്തുവാള എടുപ്പിക്കുന്ന തൊഴിലാളികളാണ് ഇന്ന് കിടക്കുന്ന നല്ലൊരു കമ്പനി ജീവനക്കാർ. ആത്മാർത്ഥതയുള്ളവർ വളരെ കുറവാണ്. ഞങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ ഞങ്ങളുടെ യജമാനന് വേണ്ടി ജോലി ചെയ്തതുകൊണ്ട് ഇന്നും ഒരു വിസയ്ക്ക് അപേക്ഷിച്ച് എനിക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മളെ പ്രായമൊക്കെ ആയി. 25 വർഷമായി ഗൾഫിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ട്. ഹല്ലേലൂയ. ഒരു റിട്ടേൺ ടിക്കറ്റിൽ വന്നിട്ട്, റിട്ടേൺ വിസയിൽ വന്നിട്ട് തിരിച്ചു പോകാതെ ഇവിടെ തങ്ങിയ ആളാ. ഈ പറയുന്ന പോലുള്ള സമ്പാദ്യമൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അന്നോട്ട് ഇന്നുവരെ ഉണ്ടായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായെന്നെ ഞാൻ നരകത്തിലും പോയെന്നെ. യാതൊരു സംശയവുമില്ല. നമ്മുടെ ആത്മീക സമ്പത്ത് നമ്മളെ ആത്മീകരാക്കത്തില്ല, മറിച്ച് ജഡീകന്മാരാക്കി മാറ്റുമെന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളണം. ഇതൊന്നും എല്ലാവരും പറയത്തില്ല. നമ്മുടെ ഭൗതികമായ സമ്പത്ത് നമ്മളെ ജഡീകന്മാരാക്കി അനാത്മീയത്വത്തിലേക്ക് വലിച്ചഴച്ച് പഥ്യവചനം പഥ്യോപദേശത്തിനൊക്കെ വ്യതിചലിച്ച് അന്യതാ ഉപദേശത്തിൻ്റെ കീഴിൽ കൊണ്ട് കെട്ടാൻ പര്യാപ്തമാണ് നമ്മുടെ ധനം. അതുകൊണ്ടാണ് കർത്താവ് അവനോട് പറഞ്ഞത്, എൻ്റെ പൊന്നുകുഞ്ഞെ, നീ ഇത് വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. കാശുള്ളവർ കൊടുത്താൽ നീ പോയി തിരിച്ചു വയ്ക്കുമ്പോൾ അവർ തരും. ദരിദ്രർ കൊടുത്താൽ അവർ വീട് വയ്ക്കും, പെണ്ണിനെ കെട്ടിക്കും, മറ്റു പല ഭൗതിക കാര്യങ്ങൾ നേടും. തിരിച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ദരിദ്രർ കൊടുത്തിട്ട് വരാൻ പറഞ്ഞത്. ഇന്നതിന് മനസ്സുണ്ടോ ധനാഢ്യന്മാരായ വിശ്വാസികൾ? ഞാൻ ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം എടുത്തിട്ട് ബാക്കി ദരിദ്രർക്ക് കൊടുത്തിട്ട് സക്കായിയെ പോലെ നല്ല മാതൃക കാണിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. ഹല്ലേലൂയ.
അവനെ കുറിച്ചാണ് കർത്താവ് ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു, ഇവൻ അബ്രഹാമിന്റെ സന്തതി, ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു. അവൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞപ്പോൾ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് സക്കായിയോട് അനുബന്ധിച്ച് ആ കർത്താവ് പറഞ്ഞത്. സക്കായുടെ മാനസാന്തരമാണ് റിയൽ മാനസാന്തരം. പൊക്ക കൂടുതൽ കൊണ്ട് യേശുവിന് പൊക്കമുണ്ട്, ശിഷ്യന്മാർക്കും പൊക്കമുണ്ട്, ഓന് പൊക്കമില്ല, ഉരിയ പൊക്കമുണ്ട്, കാണാൻ പറ്റത്തില്ല. മരത്തിൽ ചാടിക്കയറി യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ ചാടിക്കയറിയ സക്കായിയെ യേശു ആ ഷാർപ്പ് സക്കായി ഇരുന്ന മരത്തിന്റെ അടിയിൽ വന്ന് മുകളിലോട്ട് നോക്കി സക്കായി ഇരിക്കുന്നുണ്ട്. വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വസിക്കേണ്ടതാണ്, തങ്ങേണ്ടത്. ചടുപുട്ടാന്ന് ഇറങ്ങി വന്നു. നമ്മളൊക്കെ ആണെങ്കിൽ തലയെ കുത്തി തറയിൽ പോയാൽ. ഇറങ്ങി വന്നു, യേശുവിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോ തന്നെ കുറ്റബോധം ഉണ്ടായി. എന്തിനാ സക്കായി നീ വല്ലവൻ്റെ ഒക്കെ ചതിച്ച് വാങ്ങിയത്? എന്തിനാ ഇത്ര ധനമൊക്കെ സമ്പാദിച്ച് വെച്ചത്? എന്താ സക്കായി ഇങ്ങനെ? ഒരൊറ്റ ചോദ്യം അവിടെ ചോദിച്ചായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. യേശുവിന്റെ സാമീപ്യം അവന് പാപബോധമുള്ളവാക്കി. കർത്താവേ, എൻ്റെ വസ്തുവകയിൽ ഞാൻ പകുതി തരത്തിൽ കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. അതാണ് മാനസാന്തരം. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് എന്നാ മാനസാന്തരം ഉണ്ടായിരിക്കുന്ന ഇതുവരെ? ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എനിക്കൊരു കാര്യമുണ്ട്, വചനം പറയുമ്പോൾ അതിൻ്റെ തെളിവായ നിലയിൽ പറയും. ആര് കേൾക്കുന്നു, എടുക്കുന്നു? അയ്യോ, നമ്മുടെ പ്രിയപ്പെട്ടവരാരും ഇതെടുത്തിട്ട് നമ്മളെ വിമർശിക്കുമോ? വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്ക് ക്രിറ്റിസൈസ് ചെയ്യാം. ഇത് തെറ്റാണെന്ന് സമർത്ഥിച്ച് ഇങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും പറയാം, ഉചിതമായ മറുപടി കൊടുക്കും. വഴക്കിനും വക്കാണത്തിനും പിണക്കിനും ഒന്നുമില്ല. സമാധാനത്തിൽ ജീവിച്ച് നിത്യതയിൽ പോകാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിന്റെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പൗലൂസ് ഒരു ദൈവപൈതലായി തീർന്നപ്പോൾ അവനെ യഹൂദന്മാര് ഉപദ്രവിക്കാൻ തുടങ്ങി, കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടു. നിങ്ങൾ പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം പഠിച്ചു നോക്കിയാൽ ആ പ്രവൃത്തി 9-ലാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. ആ 9-ാം അധ്യായത്തിൽ തന്നെ അവനെ കൊന്നു കുഴിച്ചുകൂടാനായിട്ടുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. 23-ാം വാക്യം, 29-ാം വാക്യം. യവന ഭാഷക്കാരായ യഹൂദന്മാരോട് അവൻ സംഭാഷിച്ചു, തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. ഇനി അതിൽ പ്രസക്തമായൊരു വാക്യാംശം ആ പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിലുള്ളത്. അത് പൗലൂസിന്റെ ശുശ്രൂഷ കൂടി നടന്നു കഴിഞ്ഞപ്പോഴാണ് ആ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് തെറ്റുമാകാം, ശരിയുമാകാം. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ദൈവമാക്കി വെച്ചവർ, ദൈവം തെരഞ്ഞെടുത്തവർ, അവർ ദൈവവചനം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ സഭയിൽ എന്തുണ്ടായി? സമാധാനമുണ്ടായി. ഇന്ന് സഭയ്ക്ക് സമാധാനമില്ലാതെ കോടതി കയറി ഇറങ്ങുന്നതിന്റെ കാരണം എന്താ? ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ സഭകളിലില്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാരുള്ള പഠനത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പഠനം, 1 ദൈവമാക്കി വയ്ക്കുന്നു, 2 സംഘടന ആക്കി വയ്ക്കുന്നു, 3 സ്വയം കയറിയാകുന്നു. ഇന്ന് 3 കൂട്ടരും കൂടി കിടന്നുള്ള കുത്തിക്കലക്കാണ് നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയകോളത്തിൽ. വിശാന്താടി വെച്ച് കുറെ പിള്ളേർ കിടന്ന് ബഹളം വെച്ച് ജനത്തെ മുഴുവൻ ഹൈവേ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഹൈവേയിലെ യാത്രയായി നടക്കുന്ന മുഴുവൻ പാട്ടും കൂത്തും നൃത്തമൊക്കെ. അതാ പാട്ടിന് ഞാനോട് എതിരില്ല. അർത്ഥസമ്പുഷ്ടമായ പാട്ടുകൾ പാടി സന്തോഷിക്കുന്നതിൽ താല്പര്യമുണ്ട്. ഭക്തന്മാർ എഴുതി വെച്ച തീച്ചൂള സമാനമായ പ്രശ്നത്തിലൂടെ പോയപ്പോൾ എഴുതി വെച്ചത് എടുത്ത് പാടിയിട്ട് നിനക്കെന്ത് കാര്യം? കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്ത് കഷ്ടത പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പാടിയ ഇതുണ്ട്. ഇത് മൂക്കുമുട്ടത്ത് നിന്ന് ഏമ്പക്കം വന്ന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും കയറി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കണ്ടിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കിത് പാടാൻ എന്ത് അവകാശം? സഹോദരാ, വിറ്റ് തരത്തിറക്ക് കൊടുത്തിട്ട് ദൈവസേന പ്രാർത്ഥിച്ച് ദൈവം നിനക്ക് സൗഖ്യം തരും. ഞങ്ങൾക്കാർക്കും വേണ്ട.
നീ താമസിക്കുന്ന പശ്ചാത്തലത്തിൻ്റെ പരിസരങ്ങളിലുള്ള സഭകളിലോ നീ കൂടുന്ന സഭകളിലോ ദരിദ്രരായിട്ടുള്ള വിശ്വാസികൾക്ക് കൊടുക്ക്, വീതിച്ചു കൊടുക്ക്. ആരോഗ്യം ബലവും സൗഖ്യം ഉണ്ടാകും. എന്നിട്ട് അവർ വന്ന് വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാനീ പറയുന്നത് വലിയ കോടീശ്വരന്മാരായ ഭക്തന്മാർ കിടപ്പുണ്ട്, അവരോടൊക്കെ ഇത് പറയണം. നിങ്ങൾ അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്ത ഭക്തന്മാരെ എനിക്കറിയാം. അവർ മേടിക്കുന്ന വസ്ത്രവും അവരുടെ കല്യാണത്തിനുള്ള ഒരുക്കവും അവരുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ചെലവഴിക്കുന്ന തുകയ്ക്ക് കയ്യും കണക്കുമില്ല. ഒരു പാവം പിടിച്ച വിശ്വാസിയുടെ വീട്ടിലൊരു കൊച്ചിനെ ഇറക്കാൻ ചെന്നാൽ 1000 രൂപ കൊടുക്കും. ലക്ഷങ്ങൾ കൊടുക്കണം അവർക്ക്, അവരുടെ കല്യാണ ചെലവ് മുഴുവൻ ഏറ്റെടുക്കണം നീ. ഹല്ലേലൂയ. ലോകമനുഷ്യർ ചെയ്യുന്നുണ്ട്. ഒരു സിനിമാ നടനും നടിയും കൂടി കല്യാണം കഴിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ദേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കല്യാണമൊന്നും ആർഭാടമായിട്ട് നടത്തണ്ട, ആ കാശ് കൊണ്ടുവന്ന് നമുക്ക് അനാഥശാലകളിൽ നോക്കി അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും കൊടുക്കുക. എന്ത് നല്ല ചിന്ത! കോടികൾ മുടക്കി കല്യാണം നടത്തുന്ന ഭക്തന്മാരെ, നിങ്ങൾക്കിതൊരു വെല്ലുവിളിയായിരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുക. എനിക്ക് ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്, വലിയ നോവുണ്ട്. ചിലർ കാണിക്കുന്ന ഈ കാട്ടായത്തങ്ങൾ കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. അനേക കുട്ടികളെ ഇറക്കി വിടാൻ കഴിയാതെ വീടുകളിൽ ശ്വാസം മുട്ടി അനേക അപ്പനമ്മമാർ കഴിയുമ്പോൾ, നെഞ്ചത്ത് തീക്കനലുമായി കഴിയുമ്പോൾ, ജീവിതം കൂട്ടിമുട്ടിക്കുവാൻ അവർ കിടന്ന് അധ്വാനപ്പെടുമ്പോൾ, അതിന് സാധിക്കാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, ഒരു പെന്തക്കോസ്തലനായ നീ നിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ലക്ഷങ്ങൾ വാരി എറിയുമ്പോൾ നീ ചിന്തിക്കണം, നീയും ഇതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടന്ന ആളാണ്. അങ്ങനെയുള്ള നീ അനേകരെ തപ്പിപ്പിടിച്ചെടുത്ത് ദൈവമക്കളായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും നിന്റെ ധനങ്ങൾ വാരിക്കോരി കൊടുക്കണം. അപ്പോഴും നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തുള്ളൂ. വിമർശന ബുദ്ധിയായി ഞാൻ പറയുകയല്ല. ദൈവവചനത്തിൻ്റെ വെളിപ്പാടിലൂടി കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും തന്ന വചനത്തിൻ്റെ വ്യവസ്ഥകൾ പഠിക്കുകയും അനുസരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ വളരെ വിനയത്തോടെ സൗമ്യതയോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ധനസമൃദ്ധി മറ്റു ദുർഭിക്ഷ്യത അനുഭവിക്കുന്നവർ കൂടി ഉതകട്ടെ. സ്തോത്രം. അങ്ങനെയല്ലേ കൊരിന്ത്യർ ലേഖനം പറഞ്ഞത്? നിന്റെ സമൃദ്ധി മറ്റ് ദാരിദ്ര്യത്തിലുള്ളവർക്ക് കൂടി ഉതകട്ടെ. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ബാലൻസ് ചെയ്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ, സിനി ഫീൽഡിലുള്ളവരെ പോലെ പെന്തക്കോസ്തുകാർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് സ്വരൂപിച്ച് വെച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം രുചിയോടെ കഴിക്കാൻ കഴിയാതെ ലക്ഷങ്ങൾ ആസ്പത്രിയിൽ കൊണ്ട് കൊടുക്കുന്നത് എനിക്കറിയാം. ഈ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ സന്തോഷത്തോടെ പാവം പിടിച്ച ദൈവമക്കൾക്കും അല്ലാത്തവർക്കും ജാതിമതം നോക്കാതെ നീ മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും ചെയ്താൽ നിന്റെ രോഗത്തിന് ശമനം വരും. യെശയ്യാവ് ഉപവാസത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ലേ? നിന്റെ അപ്പം ദരിദ്രർക്ക് നുറുക്കി കൊടുക്ക, എന്നിട്ട് നീ ഇരുന്ന് ഉപവസിക്കുക. അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്ത നീ എത്ര ദിവസം ഉപവസിച്ചാലാണ് നിനക്ക് വിടുതൽ കിട്ടുന്നത്? കിട്ടത്തില്ല. എന്തുകൊണ്ടോ ചില പ്രേരണ കിട്ടിയോണ്ട് ഞാൻ പറയുക, ദൈവമക്കൾ എന്നോട് മനഃപൂർവ്വം ക്ഷമിക്കണം. ദൈവവചനമാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകരുണയിൻ ധനമാത്മ്യം നാവാൽ വർണ്യമോ. ദരിദ്രനായി തീർന്ന കർത്താവ് വഴിയമ്പലത്തിൽ പ്രസവിച്ചു, സ്ഥലമില്ലായികയാൽ പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നാണ് വചനം. ആ കർത്താവിനെ പ്രസംഗിക്കുന്നവൻ 11 കോടിയുടെ വീടുണ്ടെങ്കിലേ അതിൽ കിടക്കുള്ളൂ. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉറക്കം വരുള്ളൂ. ഇവരാരും ഉറങ്ങുന്നവരല്ല കേട്ടോ, അതെനിക്കറിയാം. ഇവർക്ക് ഉറക്കവും വരത്തില്ല. അതുകൊണ്ട് കർത്താവും തൻ്റെ അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന വചനത്തിലേക്ക് മടങ്ങി വാ. ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് പൗലോസ് പറയുന്നുണ്ട്.
ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സുവിശേഷ വേല ചെയ്ത് കോടികൾ സമ്പാദിച്ച് ഭവനങ്ങൾ ഉണ്ടാക്കിയാൽ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. സുവിശേഷ വേല ചെയ്തുണ്ടാക്കുന്ന പണം അത്യാവശ്യം നിന്റെ കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ട് അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചോളാം. ഒരൊറ്റ പൈസ നീ കൂട്ടിവെക്കരുത്. നാൽപ്പിയഗോളത്തിൽ കോടികൾ സമ്പാദിച്ച് കോടികളുടെ വീടുണ്ടാക്കി സുഖിക്കുന്ന സുഖിയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. ഈ കാര്യം പേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് വരാറായി, സഭയെടുക്കാൻ നേരമായി. ഒരു വാക്യം കൂടി എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കോളാം. ഹല്ലേലൂയ. ആ വാക്യം ഇങ്ങനെയാണ്: അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. നീ ചെയ്ത പ്രവൃത്തി നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും നിന്നെ പിന്തുടരുന്നു. നീ ചെയ്തത് തിന്മയാണെങ്കിൽ അത് തിന്മയായി നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ ആ പ്രവൃത്തി മുഖാന്തരം ഇടയായിത്തീരും. അല്ല, നന്മയാണ് ചെയ്തെങ്കിൽ അഭിയൂല ദേശത്തേക്ക് പോകാൻ, വിശ്രാമ സ്ഥലത്തേക്ക് നിന്റെ ആത്മാവ് പോകും. കർത്താവ് വന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ ശരിയായി പോകേണ്ടടുത്ത് പോകുന്നത്. എനിവേ, ഈ ഭൂമി നശിച്ച് നാമാവിശേഷമായി. ഈ ആകാശവും ഭൂമിയും നശിച്ച് നാമാവിശേഷമായി, മനുഷ്യയോഗ്യം വാസയോഗ്യമല്ലാത്തതായി മാറി. പരസ്പരം കൊന്നുമുടിക്കുവാൻ, പരസ്പരം കത്തിച്ച് ചാമ്പലാക്കുവാൻ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും മാരകമായ കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കി വെച്ച് സമാധാനത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾക്കറിയാം, ഞാനത് പേരെടുത്ത് പറയാതെ, ഇവരെല്ലാം ഫ്രോഡാണ്. ഇവരെല്ലാം ചതിയന്മാരും വഞ്ചകന്മാരുമാണ്. ഇവരെല്ലാം കൊലവിളി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവർ ചെയ്തത് വെച്ചത് തന്നെ അവർക്കെതിരെ ദൈവം പ്രയോഗിക്കാൻ പോവുക. യെസ്, ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം പ്രയോഗിക്കപ്പെടുന്നൊരു സമയം വരും. അപ്പോഴത്തേക്കും ദൈവമക്കൾ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് മാറ്റപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശുഭ തുറമുഖത്ത് അവരെത്തിയിരിക്കും. ബാക്കി ഈ ഭൂമിയിൽ പാർക്കുന്നവരെയും ആദാമ്യ പാപം നിമിത്തം വഷളായ ഈ ഭൂമിയെയും നോകടകാലത്തെ വഷളന്മാരെ വെള്ളത്തിൽ മുക്കി കൊന്നതുപോലെ ഒരു അഗ്നിപ്രളയത്തിലൂടെ ഈ ഭൂമിയെ നശിപ്പിച്ച് എന്നേക്കുമായി തിരശ്ശീലയിടുവാൻ ദൈവം തന്നെ കർമ്മ പദ്ധതികൾ ഒരുക്കിയിരിക്കുക. അതിനുമുമ്പ് നടക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് വന്ന് സഭയെ ചേർക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ കിരാത ഭരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് വന്ന് സഭയെടുത്താൽ പിന്നെ അധികം താമസത്തിലെ ഈ ഭൂമി യേശുക്രിസ്തുവിന്റെ കയ്യിലാവും. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ സഭ വരവിൽ കൈവിടപ്പെട്ടു പോയവരെ യേശുക്രിസ്തു പീഡിപ്പിക്കും, മരണം കൊതിക്കും, മരണത്തിന് വേണ്ടി ആഗ്രഹിക്കും. പലപ്പോഴും ഞാനത് പറയുന്നുണ്ട്, എന്നാൽ പിന്നെയും പറയാനായിട്ട് പ്രേരണ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. 9-ാം അധ്യായത്തിൽ മരണം ആ കാലത്ത് മനുഷ്യൻ മരണം ആഗ്രഹിക്കും, അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും. മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വന്ന് മൂടുവിനെന്ന് മനുഷ്യൻ പറയും. അക്കൂട്ടത്തിൽ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാർഷം ഉണ്ടാകാൻ പാടില്ല. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ ദൈവമക്കൾ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം. ഒരുങ്ങിയിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുങ്ങാം. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുരുപദേശങ്ങളെ ഒഴിഞ്ഞു പോകാം. നിങ്ങൾ സ്തോത്രം, തിരുവചനങ്ങളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിയുക, ദൈവശക്തി ഉള്ളതുപോലെ മനസ്സിലാക്കുക. ദൈവശക്തി ഏതാണ്, സാത്താൻ്റെ ശക്തി ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.